1 ദിനവൃത്താന്തം 7-ാം അധ്യായം. ഇസാക്കറിൻ്റെ സന്തതികൾ. ഇസാക്കറിൻ്റെ പുത്രന്മാർ തോല, ഫൂവ, യാഷൂബ്, ഷിമ്രോൻ എന്നീ 4 പേർ. തോലായുടെ പുത്രന്മാർ ഉസി, റഫായ, യെറിയേൽ, യഹ്മായി, ഇബ്സാം, സാമുവൽ. ഇവർ തോലായുടെ കുലത്തിലെ തലവന്മാരും അവരുടെ തലമുറകളിൽ പരാക്രമികളും ആയിരുന്നു. ദാവീദിൻ്റെ കാലത്ത് അവരുടെ സംഖ്യ 22,600. ഉസിയുടെ പുത്രൻ ഇസ്രാഹിയ. ഇസ്രാഹിയായുടെ പുത്രന്മാർ മിഖായേൽ, ഒബാദിയ, ജോയേൽ, ഇഷിയ എന്നീ 5 പേർ. ഇവർ എല്ലാവരും പ്രമുഖന്മാരായിരുന്നു. അവർക്ക് അനേകം ഭാര്യമാരും പുത്രന്മാരും ഉണ്ടായിരുന്നു. അവരുടെ കുലത്തിൽ കുടുംബമനുസരിച്ച് ഗണങ്ങളായി തിരിച്ച 36,000 യോദ്ധാക്കൾ ഉണ്ടായിരുന്നു. ഇസാക്കർ ഗോത്രത്തിലെ എല്ലാ കുലങ്ങളിലും നിന്ന് ആകെ 87,000 പേർ സൈന്യത്തിൽ ഉണ്ടായിരുന്നു. ബെഞ്ചമിൻ, ദാൻ, നഫ്താലി. ബെഞ്ചമിൻ്റെ പുത്രന്മാർ ബേല, ബേഗർ, യദിയായേൽ എന്നീ 3 പേർ. ബേലായുടെ പുത്രന്മാർ എസ്ബോൻ, ഉസി, ഉസിയേൽ, യെറിമോത്ത്, ഈറിം. ഈ 5 പേർ കുലത്തലവന്മാരും യോദ്ധാക്കളും ആയിരുന്നു. വംശാവലി പ്രകാരം ഇവരുടെ കുലങ്ങളിൽ ആകെ 20,034 പേർ. ബേഗറിൻ്റെ പുത്രന്മാർ സെമിറ, യോവാഷ്, എലിയേസർ, എലിയോവേനായ്, ഓമ്രി, യെറെമോത്ത്, അബിയ, അനാത്തോദ്, അലേമെത്ത്. വംശാവലി പ്രകാരം അവരുടെ കുലങ്ങളിൽ 20,200 ധീരയോദ്ധാക്കൾ. യദിയായേലിൻ്റെ പുത്രൻ ബിൽഹാൻ. ബിൽഹാൻ്റെ പുത്രന്മാർ യവൂഷ്, ബെഞ്ചമിൻ, ഏഹൂദ്, കെനാന, സേദാൻ, താർഷീഷ്, അഹിഷാഹർ. യദിയായേലിൻ്റെ കുലത്തിൽ വംശാവലി പ്രകാരം 17,200 യോദ്ധാക്കൾ. ഈറിൻ്റെ പുത്രന്മാർ ഷുപ്പിം, ഹുപ്പിം. അഹറിൻ്റെ പുത്രൻ ഹുഷിം. നഫ്താലിയുടെ പുത്രന്മാർ യഹ്സിയേൽ, ഗൂനി, യേസർ. ബിൽഹായിൽ നിന്ന് ജനിച്ച ഷല്ലും. മനാസയുടെ സന്തതികൾ. മനാസയുടെ പുത്രന്മാർ അരമായക്കാരിയായ ഉപനാരിയിൽ നിന്നു ജനിച്ച അസ്രിയേൽ. അവൾ ഗിലെയാദിൻ്റെ പിതാവായ മാഗീറിൻ്റെയും അമ്മയാണ്. മാഗീർ ഹുപ്പിമിനും ഷുപ്പിമിനും ഭാര്യമാരെ നൽകി. അവൻ്റെ സഹോദരി മാഘ. മാഗീറിൻ്റെ 2-ാമത്തെ പുത്രൻ സെലോഫഹാദ്. അവന് പുത്രിമാരെ ഉണ്ടായിരുന്നുള്ളൂ. മാഗീറിൻ്റെ ഭാര്യ മാഘ ഒരു പുത്രനെ പ്രസവിച്ചു. അവന് പേരഷ് എന്നു പേരിട്ടു. അവൻ്റെ സഹോദരനായ ഷേരഷിൻ്റെ പുത്രന്മാർ ഊലാം, റാഖൈം. ഊലാമിൻ്റെ പുത്രൻ ബദാൻ. ഇവർ മനാസയുടെ മകനായ മാഗീറിൻ്റെ മകൻ ഗിലെയാദിൻ്റെ പുത്രന്മാർ ആകുന്നു. ഗിലെയാദിൻ്റെ സഹോദരി ഹമ്മോലേക്കത്തിൻ്റെ പുത്രന്മാർ ഇഷ്ഹോദ്, അബിയേസർ, മഹ്ല. ഷെമീദായുടെ പുത്രന്മാർ അഹിയാൻ, ഷെക്കെം, ലിഖ്ഹി, അനിയാം. എഫ്രായിമിൻ്റെ സന്തതികൾ. എഫ്രായിമിൻ്റെ പുത്രന്മാർ തലമുറക്രമത്തിൽ ഷുത്തേലഹ്, ബേരദ്, തഹത്ത്, എലയാദ, തഹത്ത്, സാബദ്, ഷുത്തേലഹ്. ഷുത്തേലഹിൻ്റെ പുത്രന്മാർ ഏസർ, എലയാദ്. ഇവർ തദ്ദേശവാസികളായ ഗത്യരുടെ കന്നുകാലികളെ അപഹരിക്കാൻ ചെന്നപ്പോൾ കൊല്ലപ്പെട്ടു. പിതാവായ എഫ്രായിം വളരെ നാൾ അവരെക്കുറിച്ച് വിലപിച്ചു. സഹോദരന്മാർ ആശ്വസിപ്പിക്കാൻ ചെന്നു. പിന്നീട് അവൻ ഭാര്യയെ പ്രാപിക്കുകയും അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു. തൻ്റെ ഭവനത്തിന് അനർത്ഥം ഭവിക്കയാൽ അവന് ബറിയ എന്നു പേരിട്ടു. അവൻ്റെ മകൾ ഷേറ താഴെയും മേലെയും ഉള്ള ബത്ഹൊറോണും ഉസൻ ഷേരായും നിർമ്മിച്ചു. എഫ്രായിമിൻ്റെ മകൻ റേഫായുടെ പുത്രന്മാർ തലമുറക്രമത്തിൽ റേസഫ്, തേലഹ്, തഹൻ, ലാദാൻ, അമ്മീഹൂദ്, എലിഷാമ, നൂൻ, ജോഷ്വ. അവർക്ക് അവകാശമായി ലഭിച്ച വാസസ്ഥലങ്ങൾ ബദേൽ, കിഴക്ക് നാരാൻ, പടിഞ്ഞാറ് ഗേസർ, ഷെക്കെം, അയ്യ. മനാസയുടെ ദേശത്തിനരികെ ബത്ഷയാൻ, താനാക്ക്, മെഗിദോ, ദോർ എന്നിവയും അവയുടെ ഗ്രാമങ്ങളും. ഇസ്രായേലിൻ്റെ മകനായ ജോസഫിൻ്റെ പുത്രന്മാർ ഇവയിൽ വസിച്ചു.
ആഷേറിൻ്റെ സന്തതികൾ. ആഷേറിൻ്റെ പുത്രന്മാർ ഇമ്ന, ഇഷ്വ, ഇഷി, ബറിയ. ഇവരുടെ സഹോദരി സേരഹ്. ബറിയായുടെ പുത്രന്മാർ ഹേബർ. ബിർസായിത്തിൻ്റെ പിതാവായ മൽക്കിയേൽ. ഹേബറിൻ്റെ പുത്രന്മാർ യാഫ്ലത്ത്, ഷോമർ, ഹോദാം. അവരുടെ സഹോദരി ഷൂവ. യാഫ്ലത്തിൻ്റെ പുത്രന്മാർ പാസാഗ്, ബിംഹാൽ, അശ്വത്ത്. അവൻ്റെ സഹോദരനായ ഷേമറിൻ്റെ പുത്രന്മാർ റോഹ്ഗ, യഹൂബ, ആരാം. അവൻ്റെ സഹോദരനായ ഹേലമിൻ്റെ പുത്രന്മാർ സോഫാഹ്, ഇമ്ന, ഷേലഷ്, ആമാൽ. സോഫാഹിൻ്റെ പുത്രന്മാർ സൂവാഹ്, ഹർനേഫർ, ഷൂവാൽ, ബേരി, ഇമ്ര, ബേസർ, ഹോദ്, ഷമ്മ, ഷിൽഷ, ഇത്രാൻ, ബേര. യേദറിൻ്റെ പുത്രന്മാർ യഫുന്ന, പിസ്പ, ആര. ഉല്ലയുടെ പുത്രന്മാർ ആരഹ്, ഹന്നിയേൽ, റിസിയ. ഇവർ ആഷേറിൻ്റെ ഗോത്രത്തിലെ കുലത്തലവന്മാരും പ്രസിദ്ധരായ വീരയോദ്ധാക്കളും പ്രഭുക്കന്മാരിൽ പ്രമുഖരും ആയിരുന്നു. സൈന്യത്തിൽ ചേർന്ന അവർ ആകെ 26,000 പേർ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ വചനം.